പ്രമീലേ, പ്രമീലേ, പ്രമീലേ. നാശം. എന്തിനാ എങ്ങനെ വിളിച്ചു പോകുന്നത്? അനങ്ങാതെ കിടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എനിക്ക് മരുന്ന് കുടിക്കാൻ സമയമായി അല്ലേ? കുറെ നാളായില്ലോ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് സുഖാവും അല്ലേ പ്രമീലേ? ആ, സുഖമാവും. മരുന്ന് കുടിക്കേ. ഇതെവിടെയുണ്ട്? ഇത് എവിടെയുണ്ടെന്ന്? ആ, അവിടെ തന്നെ ഇട്ടേക്കൂ. ഇന്നലെ കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞത്? ആ, ഇന്നലെ രാത്രി ആയിപ്പോയി. രാത്രി ശിവരാമൻ ഇവിടെ വന്നാൽ എന്താ? ആരെങ്കിലും പിടിച്ച് തിന്നു കളയുമോ? ഈ ശിവരാമൻ ഒരു പൊട്ടനാ. പെണ്ണുങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാകില്ല. പ്രമീളേ, പ്രമീളേ. ഇപ്പൊ ഈ മനുഷ്യൻ ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട വല്ല കാര്യമുണ്ടോ? സുഖമില്ലെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കിടന്നുകൂടെ? ഞാൻ പോട്ടെ. വരട്ടെ. അമ്മേ, മീൻ ശിവരാമേട്ടൻ വാങ്ങിച്ചെന്നാ. വറുത്തരച്ച് വെക്കാം, അതാ ശിവരാമേട്ടന് ഇഷ്ടം. ഞാൻ മീൻ നന്നാക്കാൻ എന്നിട്ട് കുളിക്കാം. അവളോട് പോയി സുമതി. സുമതി, എടി സുമതിയേ. എന്താ? കുറച്ച് മണവുമല്ലേ എടുത്ത് വറുത്തരച്ചേ? ആ ചേച്ചി മേടിച്ചോ? അയ്യോ ഇല്ലടി, നാളെ ആട്ടെ. വേണ്ട, നാളെയും വേണ്ട, ഒരിക്കലും വേണ്ട. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴല്ലേ ഉള്ളൂ. എന്തായാലും നിന്ന് കിടങ്ങുന്നത് പറഞ്ഞു കേട്ടില്ലേ? കേൾക്കാൻ മനസ്സില്ല. ഇല്ല പോ. ഒരു പാവാടിയും ബ്ലൗസും മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. പാവം. നല്ല ചേച്ചി. അച്ഛാ, ദേ പുതിയ പാവാടിയും ബ്ലൗസിന് തുണിയാ. ചേച്ചി മേടിച്ചു തന്നതാ. രൂപ കുറെ ആയിട്ടുണ്ടാവും. കാശൊക്കെ വെറുതെ കളയ. കൊള്ളാല്ലേ അച്ഛാ? 10-30 രൂപ ആയി കാണും. ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു അത്യാവശ്യം. ആരാ ഒന്ന് സഹായിക്കാം? എടി മറി, മോളോടൊന്ന് പറ. ഒരു 2 rupees. ഇപ്പൊ പറയുന്നില്ല. ആ കാശ് കൊണ്ട് കള്ളു ഷാപ്പിൽ പോകാനല്ലേ? നീ പോടിയാണ്. നിന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായി. എങ്ങനെയോ 2 പിള്ളേരും ഉണ്ടായിപ്പോയി. ഇന്ന് വരെ നീ എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നാക്കെടുത്താ കള്ളൂടിയാൻ കൊള്ളരാത്തവൻ. നീ ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെന്നെ വകവയ്ക്കൂ. പൊടിയോർന്നു. നീ മാധവിയല്ല, മൂധവിയാ. എന്താണ് ആകപ്പാടെ ഒരു കശപിശ? ഒന്നുമില്ലട മോനെ. ഒരു 2 rupees. കള്ളുടിക്കാൻ സമയമായി. എന്റെ വടക്കുന്നാഥാ, വേറെ പണി വല്ലതും പോയി നോക്കാം. ഒരു നല്ലത്. അപ്പോഴേ തന്റെ ചെലവിലല്ല ഞാൻ കള്ളും കുടിക്കണേ. പോകാൻ പറയട്ടെ. അല്ല, കുറുപ്പേട്ടനെന്താ ഇവിടെ? ഞാനൊരു ചെറിയ ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. കുറുപ്പേട്ടന്റെ ഒരു തമാശ. തലയിൽ മുണ്ടിട്ട് കയറി ആളറിയില്ലെന്നാണ് എന്റെ വിചാരം. അല്ല എടോ, താൻ കേട്ടിട്ടുണ്ടോ? അമ്പിനോടറിക ശംഭിളി ജനമെഴും പ്രദേശമിരിലമ്പുമായി മുമ്പിലുണ്ടുടനകമ്പടിക്കു ബഹു അമ്പനായ മലരമ്പനും.
ഉംബ്രകോനുടയ കൊമ്പനാനയുട കുംഭവും കനക കുംഭവും കുമ്പിടുന്ന കുജകുംഭമുള്ളവതിൽ മുമ്പു തേടി വിലസും പ്രിയേ പശ്ചാരിദ്വജതക് ത്രിതോടാധിപതി കുത്രേടിക ജാനിർഗണേ യോരാടരുടരേടുരുതരദ്രൈവേയഗദ്ധാടജം ഉദ്വേ ഡ്രങ്ക് നരകാസ്തി ധൃതി കേട്ടാതരതിനാശ്ചത തസ്യാദമ്പും പദംബുതാലികളരുൾ ദേവോ മൃദേവോ. അതിന്റെ അർത്ഥം? ഉറുപ്പേട്ടൻ ചൊല്ലിയുടെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്നതല്ലേ? ഉംബ്രകോൻ. കോൻ കോൻ എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനിൽ ആരെ ആരെ എന്നാണ് അർത്ഥം. അതെ. ഉംബ്രൻ ആരായിരുന്നു? ആരാ? ഉംബ്രകോനുടയ കൊമ്പനാന 2 ആന ഉണ്ടായിരുന്നു. അയാളുടെ ആനകളാണ് തിരുവമ്പാളിയിലും പാറമേക്കാവിലും എഴുന്നള്ളിച്ചത്. കുംഭവും കനക കുംഭവും നല്ല ഹൊടവേറുണ്ടായിരുന്നു. അംഭിനോടറിക ശംഭിളി. ശംഭിളി നാഗസ്വര വിദ്വാനായിരുന്നു. ശംഭിളി എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനിയിൽ നാഗസ്വരം എന്നർത്ഥം. അങ്ങനെയുള്ള ഉംബ്രന്റെ പെമ്പറന്നവരുടെ പൃഷ്ഠഭാഗം എന്നർത്ഥം. പറ. അതായത് പറയാം. പറഞ്ഞോളൂ. അതായത് അതിന്റെ അർത്ഥം അത് പറയാം. പറയൂ, അർത്ഥം പറയൂ. അതായത് പശ്ചാരേദ്വജതക് ത്രിതോടാധിപതി, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള സ്ത്രീകളുടെ അല്ലല്ലല്ലല്ല, സ്ത്രീകളുടെ പശ്ചാത്തലത്തെ പറ്റിയുള്ള ഒരു വർണ്ണനയാണത്. പശ്ചാത്തലം എന്ന് പറയുന്നത് പിൻഭാഗം. അത് സ്ത്രീകളെ സംബന്ധിക്കുന്നതാവുമ്പോ പശ്ചാത്തലമാണ്. പിന്നെ ഞാൻ ചൊല്ലിയ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ തന്നെ പറയാം. സമയായി, എനിക്ക് ഷാപ്പ് അടക്കണം. ഇറങ്ങി പോകാനുള്ളതല്ല. കണക്കൊക്കെ നാളെ പറയാം. കണക്കൊന്നും പറയാം. റെഡി? ഇങ്ങനെയാണോ നിൽക്കുന്നത്? ആ കൈ നോക്കി ബോസ് തന്നെ. ഇങ്ങനെ ഇതാണ് ഭംഗി. ഈ ചിരിയുണ്ടല്ലോ, അത് ചുണ്ടിന്ന് മായാ നിൽക്കണം. റെഡി? ആ, ഇത് ഫോട്ടോ എടുക്കുന്ന സാധനമാണല്ലേ? ആ, നമ്മുടെ ഒരു ഫോട്ടോ എടുക്ക. അങ്ങോട്ട് മാറിക്കട. ഓഹോ, അപ്പൊ നീ പെമ്പിള്ളേരെ പടം മാത്രം എടുക്കത്തുള്ളല്ലേ? ഓടി വന്നു. അവള് പോട്ടം പിടിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഓടി. എടാ, നിനക്ക് പടം പിടിക്കാൻ പറ്റിയ പെമ്പിള്ളേര് ഇവിടെ ഇല്ല. ഓടാറുന്നു. എന്റെ പൊന്നു കുഞ്ഞെ വഴക്കുണ്ടാക്കില്ലേ, എന്റെ പൊന്നു കുഞ്ഞെ ചതിക്കല്ലേ. ഞാൻ ചോദിക്കാം അവനോട്. എടാ, എന്താണാടാ ഇത്? ആ കുഞ്ഞ് ആരാണെന്ന് നീ വിചാരിച്ച്? അതിന്റെ തന്തയും തള്ളേ അതിന് ഈർക്കിലിരുത്ത് അടിച്ചിട്ടില്ല. ആ, അതുകൊണ്ടാ ഇപ്പൊ നാട്ടുകാർ നല്ലേണ്ടി വന്നേ. നാട്ടുകാരനോ? ഏത് നാട്ടുകാരൻ? നീ എവിടത്തെ നാട്ടുകാരനാടാ? വണ്ടിക്കാരൻ. അവരെ നക്കാപ്പിച്ചോണ്ട് കൂടിയാ ഇവിടെ കഞ്ഞി കുടിച്ച് കഴിയണത്. കാണുമ്പോ 2 rupees ചോദിക്കാതെ തരുന്നവനാ. അല്ലെങ്കിൽ എന്തിനാ അവനെ പറഞ്ഞ? നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവന്റെ തന്തയും തള്ളയും നടത്തുന്നതിനെ വന്ന് ചത്തപ്പോ നീ അവനെ തീറ്റിപ്പറ്റി വളർത്തിയത്. ഇല്ലെങ്കിൽ അവനെ എവിടെയെങ്കിലും പണി ചത്തോണ്ടേനെ. കരയാതെ നിനക്ക് ഞങ്ങളുണ്ട്. കഴിക്കുവാനേ. എന്താണ് മിഴിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഇറങ്ങി പോടാണ്. ഇതൊക്കെയാണല്ലോ നിനക്കുള്ള സഹായങ്ങൾ. മതിയായി, പൊക്കാണോ? ഞാൻ പോകുന്നു. അയ്യോ, പോവല്ലേ. ഇറങ്ങി പോടാണ്. പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം. ഇനി നീ ഈ പണിയും കൂടെ തിരിച്ചു ചവിട്ടരുത്.